So, ini sentence construction ആണ്. So, what is sentence construction? എങ്ങനെ നമുക്ക് sentences create ചെയ്യാം? So, അതിനു മുന്നേ എങ്ങനെയാണ് ഒരു സെന്റൻസ് എന്ന എന്തൊക്കെയാണ് സെന്റൻസിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ വാട്ട് ആർ ദ കൺസിസ്റ്റന്റ് പാർട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സോ രണ്ട് പാർട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ സബ്ജക്ട് ആൻഡ് ഹാസ് എ പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഇസ് എ സബ്ജക്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആക്റ്റീവ് പാസീവ് വോയിസ് നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ്. ദ പാർട്ട് വിച്ച് നെയിംസ് ദ പേഴ്സൺ തിങ് ഓർ ദാറ്റ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഇസ് കോൾഡ് ദ സബ്ജക്ട്. കേട്ടോ, അതായത് നമ്മൾ എന്താണ് സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതൊക്കെ ചിലപ്പം ചില എക്സാംസിന് ഡെഫിനിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും, ദ പാർട്ട് വിച്ച് നെയിംസ് ദ പേഴ്സൺ ഓർ തിങ് വി ആർ സ്പീക്കിംഗ് അബൌട്ട്, എന്നിട്ട് 4 ഓപ്ഷൻസ് വരും. സോ അതിൻ്റെ അകത്ത് ഏതാ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? സബ്ജക്റ്റ് ആണ്. സോ ബേസിക്കലി എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരാള് എന്താണോ ഒരു കാര്യത്തിനെ കുറിച്ച് വളരെ ഗ്ലോറിഫൈ ചെയ്താണ് നമ്മൾ സംസാരിക്കുന്നത്, ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സബ്ജക്ട്, ആ ഒരു വേർഡിനെയാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് വിളിക്കുക. ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലാവാം. ഒന്നുകിൽ അതൊരു ഫ്രേസ് ആവാം, ഇല്ലെങ്കിൽ അതൊരു വാട്ട് യു സേ ക്ലോസ് ആവാം. സോ എന്താണ് ആദ്യം ഒരു ഫ്രേസ് നോക്കാം. A phrase is a group of words which neither has a finite verb nor makes a sense by itself. അഥവാ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി തരാം. സോ ഇൻ ദ നോർത്ത്. സോ ഇൻ ദ നോർത്ത്. സോ അതേപോലെ എ യെല്ലോ ഡ്രസ്. So in the north, Raju comes from Raju has a yellow dress. Rani wears a yellow dress. എന്നൊക്കെ പറയുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനൊരു ഫുൾ ആയിട്ടുള്ള മീനിങ് വരുന്നുള്ളൂ. അല്ലാത്തടത്തോളം ഇതിനൊരു ഭാഗികമായൊരു മീനിങ് അഥവാ ജസ്റ്റ് ഒരു പാർട്ടായിട്ടുള്ള ഒരു മീനിങ് മാത്രമേ എന്തിനു വരുന്നുള്ളൂ, ഫ്രേസിന് വരുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, പക്ഷേ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർബും ഇല്ല, പക്ഷെ എന്നാലും അത് പറയുന്ന കാര്യം ഒരു ഫുൾ കംപ്ലീറ്റ് സെൻസ് ഉണ്ടാക്കുന്നുമില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രേസ് എന്ന് വിളിക്കുക. സോ ഞാൻ ഈ പറഞ്ഞ പോലെ യെല്ലോ ഡ്രസ്, ഇൻ ദ നോർത്ത്, ഫ്രം ദ നോർത്ത്, അറ്റ് 5 o'clock, അറ്റ് ദ ബീച്ച് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള മീനിങ്ങോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്തിനേയും കുറിച്ച് പറയുമോ അല്ലെങ്കിൽ ഒരു വേർബ് അതിൻ്റെ അകത്ത് ഉണ്ടെന്നോ ഒന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നില്ല. സോ ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ഫ്രേസസ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് നോക്കാം. സോ ഫ്രേസസ് എങ്ങനെയൊക്കെ ആവാം? നൗൺ ആവാം, ആഡ്ജക്റ്റീവ് ആവാം, അല്ലെങ്കിൽ അഡ്വേർബിയൽ ഫ്രേസ് ആയിരിക്കാം, അഡ്വേർബിനെ പോലെ തോന്നുന്ന ഫ്രേസ് ആയിരിക്കാം. റൈറ്റ്. So, ini pakshe nokam, a group of words that form a part of a sentence and has a subject and a predicate on its own. അഥവാ ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ടാക്കാൻ ഒരു കാര്യത്തിന്, അതായത് നമ്മൾ ഇപ്പം എഴുതാണ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതാണ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. റൈറ്റ്. സോ ക്ലോസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്ലോസ് പറയാം. സോ which is made of gold എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്പെൻഡന്റ് അല്ല, ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ല, ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. he has a chain which was made of gold അല്ലെങ്കിൽ which is made of gold. സോ ഇവിടെ ഞാൻ പറയാം he has a chain of gold. സോ ഇങ്ങനെ പറയുന്ന ഒരു സെന്റൻസ്, he has a chain of gold, right? He has a chain of gold. അല്ലെങ്കിൽ Reena lives in London. So lives in London. So basically എന്താണ്, സോ ഇതൊക്കെ Reena lives in London, which is a beautiful place എന്നൊക്കെ പറയുന്നതും, അതുപോലെ which is made of, where the accident happened, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ട്, ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ട്. ഒരു സെന്റൻസ് പോലെ തോന്നുമെങ്കിലും he has a chain of gold, ഇത് ഇങ്ങനെ പറയുന്നത് okay, this is a group of words which can make a complete sense of its own അല്ലേ. ഇതിൽ പക്ഷേ വേർബ് അല്ല, ഇവിടെ എന്താണ്, ഓക്സിലറീസ് ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് അല്ലേ. ഇനി റീന ലിവ്സ് ഇൻ ലണ്ടൻ എന്നുള്ളൊരു ഓപ്ഷൻ നോക്കാം. റീന ലിവ്സ് ഇൻ ലണ്ടൻ. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആണ്, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയിട്ട് നിൽക്കുമെങ്കിലും പക്ഷെ എന്താണ് ഇതൊക്കെ, ഇതൊരു ക്ലോസ് മാത്രമാണ്. സോ ദാറ്റ് ഈസ് ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് നമുക്ക് എന്ത് പറയുക, clauses എന്ന് പറയുക. The clause can make a good sense by itself and hence could stand by itself as a separate sentence and called as a main clause.
ഇതിനെയാണ് സോ he has a chain of gold എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിപെൻഡന്റ് ഓർ സബോർഡിനേറ്റ് ക്ലോസ് എന്താന്ന് നോക്കാം. സോ ബേസിക്കലി എന്താ, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. ഞാനിപ്പോ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുകയാണ്, വിച്ച് ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, സോ ബേസിക്കലി ഇതാണ്, ഈ ഒരു ഇതിനെ പറയുന്നതാണ്, ഇതിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ്, അഥവാ ഇത് ശരിക്കും വിച്ച് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ് എന്നുള്ളത് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് വേർഡ്സ് കൂടി വന്നാലേ ഒരു പ്രോപ്പർ സെന്റൻസ് ആയിട്ട് മാറുള്ളൂ. എന്ത് മെയ്ഡ് ഓഫ് ഗോൾഡ്, ഹി ബോട്ട് എ ടേബിൾ വിച്ച് ഇസ് മെയ്ഡ് ഓഫ് ഗോൾഡ്. സോ അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ ഒരു വേർഡ്സിന് കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസ് വരുന്നുള്ളൂ. സോ ഇങ്ങനെ വരുന്ന ഇങ്ങനെ വരുന്ന ക്ലോസസിനെ നമ്മൾ ഡിപ്പെൻഡന്റ് ക്ലോസസ് എന്നും വിളിക്കാറുണ്ട്, റൈറ്റ്? ഇനി നമുക്ക് എന്താണ് കോംപ്ലക്സ്, എന്താണ് കോമ്പൗണ്ട് സെന്റൻസസ്, അങ്ങനെയുള്ള സെന്റൻസസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ്ലി ടൈപ്സ് ഓഫ് സെന്റൻസസിൽ ഫസ്റ്റ് വരുന്നത് സിമ്പിൾ സെന്റൻസ് എന്നുള്ളതാണ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർബും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ സിമ്പിൾ സെന്റൻസസ് എന്ന് വിളിക്കുക. സോ ടൈപ്സ് ഓഫ് സെന്റൻസിലെ ഫസ്റ്റ് സെന്റൻസ് ആണ് എന്ത്, ഫസ്റ്റ് സെന്റൻസ് തന്നെ എന്താണ്, സിമ്പിൾ സെന്റൻസ് ആണ് വരുന്നത്. സോ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, സിമ്പിൾ സെന്റൻസസ് എന്ന് പറയുമ്പോൾ, സിമ്പിൾ സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ there will be one verb and one dependent clause. സോ ബേസിക്കലി എന്താണ്, ഒരു വേർബും ഉണ്ടാവും, അതുപോലെ ഒരു ഡിപ്പെൻഡന്റ് ക്ലോസും ഉണ്ടാവും. സോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതി തരാം. സോ റൈറ്റ്, മിസ്റ്റർ എക്സ് ran after his little brother. Mr. X ran after his little brother. So ഇവിടെ നോക്കുകയാണെങ്കിൽ ran after എന്നുള്ളതും അതുപോലെ ഒരു ഇൻഡിപെൻഡന്റ് his little brother എന്നുള്ള കോണ്ടെക്സ്റ്റും മാത്രമാണുള്ളത്. സോ ദാറ്റ് ഈസ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്ലോസും അതുപോലെ തന്നെ എന്താണ്, ഒരു വേർബും കൂടി ചേർന്നതാണ് ഈ പറയുന്ന സെന്റൻസ് എന്ന് പറയുന്നത്. സോ ദെൻ വി ഹാവ് എ കോമ്പൗണ്ട് സെന്റൻസ് വിച്ച് ഫോംസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more independent clauses, അല്ലെങ്കിൽ 2 ഇൻഡിപെൻഡന്റ് ക്ലോസസ് ചേർന്ന് വരുന്നത്. സോ ദ റോബർ ട്രൈഡ് ടു എസ്കേപ്പ്, റോബർ ട്രൈഡ് ടു എസ്കേപ്പ് എന്നുള്ള ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും, ബട്ട് ദ പോലീസ് കോട്ട് ഹിം. ദ റോബർ, ഞാൻ ഇവിടെ എഴുതുവാണ്, നോക്കിക്കോളൂ, ദ റോബർ ട്രൈഡ് ടു എസ്കേപ്പ്, അല്ലേ, എസ്കേപ്പ്, but the police caught him. So ഇങ്ങനെ വരുന്ന സമയത്ത് the robber tried to escape but the police caught him. സോ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ 2 ഇൻഡിപെൻഡന്റ് ക്ലോസസ് ആണ്. നോക്കിയേ, ദ റോബർ ട്രൈഡ് ടു എസ്കേപ്പ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ദ പോലീസ് കോട്ട് ഹിം എന്നുള്ളത് മറ്റൊരു ഇൻഡിപെൻഡന്റ് ക്ലോസും. സോ 2 ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് ക്ലോസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സെന്റൻസ് ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ്. എന്ത് വിളിക്കുന്നു, കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി ആ സമയം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇനി ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ് ആണുള്ളത്, കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞൊരു സെന്റൻസും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇനി എന്താണ് കോംപ്ലക്സ് സെന്റൻസ്? എ കോംപ്ലക്സ് സെന്റൻസ് ഹാസ് എൻ ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഡിപെൻഡന്റ് ക്ലോസ്, അഥവാ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡന്റ് ക്ലോസും ഉണ്ടാവും, അതുപോലെ അറ്റ്ലീസ്റ്റ് 1 ഡിപെൻഡന്റ് ക്ലോസും ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും കൂടി ചേർന്ന് 1 ഇൻഡിപെൻഡന്റ് ക്ലോസ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഡിപെൻഡന്റ് ക്ലോസ് കൂടി ചേർന്ന സെന്റൻസസിനെ നമുക്ക് എന്ത് വിളിക്കാം, കോംപ്ലക്സ് സെന്റൻസസ് എന്ന് വിളിക്കാം. ദ ബോയ് റാൻ അവേ വെൻ ഹി സോ ദ ലയൺ. The boy ran away. So the boy ran away എന്നുള്ളത് ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസും ആണ്. When he saw the lion എന്നുള്ളത് ഒരു ഡിപെൻഡന്റ് ക്ലോസും ആണ്. We can say ഇനി അതിന്റെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് പോകാം. ബിക്കോസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാം. സോ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് ഉണ്ടാവണം എന്നുള്ള നിർബന്ധമാണ്. ബാക്കിയുള്ളതെല്ലാം ഡിപെൻഡന്റ് ക്ലോസസ് നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോംപ്ലക്സ് സെന്റൻസസ് എന്ന് നമ്മൾ ടൈറ്റിൽ ചെയ്ത് വിളിക്കുന്നത്. സോ അതിനെയാണ് ടൈപ്സ് ഓഫ് സെന്റൻസസ് എന്ന് പറയുന്നത്, റൈറ്റ്?
സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂസിങ് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഓർ പാറ്റേൺസിൽ നമ്മൾ എങ്ങനെ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ദ സിംപ്ലസ്റ്റ് സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നൗൺ ഓർ എ പ്രോനൗൺ ഇൻ ദ ബിഗിനിങ്, വേർബ് ഇൻ ദ മിഡിൽ. നമ്മൾ ഈ ടെൻസസിന്റെ ഫോർമാറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് രാജു ഡ്രിങ്ക്സ് അല്ലെങ്കിൽ മിസ്റ്റർ എക്സ് ഡ്രിങ്ക്സ് കോഫി എന്നൊക്കെ, സച്ചിൻ ഡ്രിങ്ക്സ് കോഫി എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ദ സെയിം പാറ്റേൺ വെച്ചിട്ട് അനദർ നൗൺ ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഇൻ ദ എൻഡ് എന്നുള്ള രീതിയിൽ സന്യ ഈസ് റണ്ണിങ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് വാട്ട് എവർ. The sentence can be in the form of subject, verb plus object. അങ്ങനെയുള്ള എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി എന്ത് ചെയ്യാം? ഓൺ ദ ബേസിസ് ഓഫ് കോംപ്ലക്സിറ്റി ഓഫ് റൈറ്റിംഗ് സെന്റൻസസ് ക്യാൻ ബി ലൂസ് സെന്റൻസസ്. എന്താ ലൂസ് സെന്റൻസസ് എന്ന് പറയുന്നത്? എന്താണ്? സ്യൂട്ടഡ് ടു സിംപ്ലി സ്റ്റൈൽ ഓഫ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് ക്ലോസർ ടു ദ സ്പോക്കൺ ഫോം. നമ്മളൊരു സ്പോക്കൺ ആയിട്ടുള്ള ഫോമിൽ നമുക്ക് സെന്റൻസസ് പറയാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള സെന്റൻസസിനെ നമ്മൾ ലൂസ് സെന്റൻസസ് എന്ന് വിളിക്കും. പീരിയോഡിക് സെന്റൻസസ് അഥവാ ഡെക്കറസ് ആൻഡ് എംഫാറ്റിക് ബട്ട് മോർ ഡിഫിക്കൽട്ട് ടു റൈറ്റ്, അഥവാ നമ്മൾ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു മെയിൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ലാസ്റ്റിൽ മാത്രം പറയുന്ന, സോ ദ മെയിൻ സ്റ്റേറ്റ്മെന്റ് ഇസ് മെയ്ഡ് അറ്റ് ദ എൻഡ്. ഇങ്ങനെയുള്ള സെന്റൻസസിനെ നമ്മൾ വിളിക്കുന്നത് പീരിയോഡിക് സെന്റൻസസ് എന്നാണ്. വാട്ട് യു കോൾ ദം? പീരിയോഡിക് സെന്റൻസസ്. ആ സമയത്ത് ലൂസ് സെന്റൻസസ് അഥവാ സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷണൽ ആയിട്ട് നമ്മൾ എഴുതുന്ന സെന്റൻസസിനെ നമ്മൾ വിളിക്കുന്നത് ലൂസ് സെന്റൻസസ് എന്നാണ്. ലൂസ് ആൻഡ് പീരിയോഡിക് സെന്റൻസസ്. So on the basis of length, they can be classified as short sentences. So sentences in a pala type of classification. ഒന്ന് based on structure നമ്മൾ classify ചെയ്തു simple, compound and complex sentences. ഇനി compound, complex എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്, where there can be more than one or two independent clauses as well as they can have at least one dependent clause. അങ്ങനെയുള്ള sentences ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ലെങ്ത്തിന്റെ ബേസിസിൽ നമുക്ക് ഷോർട്ട് സെന്റൻസസ് അതുപോലെ ലോങ് സെന്റൻസസ് എന്നുള്ള രീതിയിലേക്ക് എന്താണ് ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും. സോ ഐ ഹാവ് എ കാർ എന്നൊക്കെ പറയുന്നത് ഷോർട്ട് സെന്റൻസസ് യൂസേജ് ആണ്. ഐ ഹാവ് എ കാർ വിച്ച് റൺസ് ഓൺ പെട്രോൾ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് ഓണർ ഓൺ ഓണിങ് സച്ച് ഓഫ് എ കാർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് ദീസ് ആർ ഓൾ കോൾ ലോങ് സെന്റൻസസ്. ലെങ്ത് വൈസ് വെച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ലോങ് സെന്റൻസസ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തോട്ട് പ്ലാനിങ് അതുപോലെ ഗ്രാമാറ്റിക്കൽ എറേഴ്സിന് ഭയങ്കരമായിട്ട് പ്രോൺ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ച് എഴുതേണ്ട ഒരു അവസ്ഥ നമുക്ക് ലോങ്ങർ സെന്റൻസസ് എഴുതുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? നമുക്കൊക്കെ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ അതൊന്നും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം ലൂസ് സെന്റൻസസ്, അതുപോലെ ലൂസ് സെന്റൻസസ്, പീരിയോഡിക് സെന്റൻസസ്, ഷോർട്ട് സെന്റൻസസ് ആൻഡ് ലോങ് സെന്റൻസസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നൗ വി ഹാവ് paragraph construction. So paragraph construction വളരെ important ആണ് as a sentence construction. If a good sentence should focus on a single thought, a good paragraph should restrict itself to a single topic or idea. So ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണ്. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദി GST റിഫോംസ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ, സോ എന്തൊക്കെയാണ് GST വന്നിരിക്കുന്ന മാറ്റങ്ങൾ, പോട്ടെ എന്തിനാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാരഗ്രാഫ് നമ്മൾ പറയുകയാണ്. സോ ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് എൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, ആ പാരഗ്രാഫ് പറയേണ്ടത് ആ സിംഗിൾ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ ഐഡിയയെ കുറിച്ചായിരിക്കണം. അല്ലാതെ യു ഷുഡന്റ് ആഡ് മൾട്ടിപ്പിൾ ഐഡിയാസ് വൈൽ റൈറ്റിംഗ് എ പാരഗ്രാഫ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദാറ്റ് ഹാസ് എ ബിഗ് എഫക്ട് ഓൺ കൊഹറൻസ് ഓഫ് ദ സെന്റൻസ്. ഒരു കൊഹറൻസ് ഓഫ് എ പാരഗ്രാഫ് അഥവാ അതിന്റെ ഒരു താളം അല്ലെങ്കിൽ റിതം ഓർ എ ലോജിക്കൽ ബ്രിഡ്ജ് ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന കൊഹറൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഫ് യു ആർ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ എഴുതുവാണെങ്കിൽ ആ ബേസിക്കലി ആ മൊത്തം പാരഗ്രാഫ് ഷുഡ് ബി ഓഫ് ദാറ്റ് ഇൻട്രൊഡക്ഷൻ കൈൻഡ് ഓഫ് റൈറ്റിംഗ്. അതിൻ്റെ അകത്ത് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. റൈറ്റ്? ഇനി സെന്റൻസ് ഓഫ് എ പാരഗ്രാഫ് സംസ് അപ്പ് അറ്റ് എ സെൻട്രൽ ഐഡിയ ആൻഡ് ഡെവലപ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ്. ശരിക്കും പറഞ്ഞാൽ ഒരു പാരഗ്രാഫിലുള്ള സെന്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഐഡിയനെയും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യും. സെൻട്രൽ ഐഡിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടും അതുപോലെ ഒരു ഐഡിയ, ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാവർക്കും കൊടുക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഓരോ വാക്കുകളെ കുറിച്ചാണ് ഈ പാരഗ്രാഫ്സിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർഡ്സിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ബേസിക്കൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. വി ഹാവ് ഗോട്ട് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഐ ഹാവ് ഗോട്ട് യു 69 ക്വസ്റ്റ്യൻസ് ദാറ്റ് വി വിൽ ബി സോൾവിംഗ് ഇൻ ദിസ് ക്ലാസ് റൂം. സോ ഈ ക്ലാസ് റൂമിൽ സോൾവ് ചെയ്തതിനു ശേഷം യു വിൽ ബി റൈറ്റിംഗ് എൻ എക്സാം ഓൺ ദാറ്റ് യൂണിറ്റ്. ആ യൂണിറ്റിന്റെ എക്സാം എഴുതിയതിനു ശേഷം വി വിൽ ബി ഹാവിംഗ് ഡിസ്കഷൻസ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസിനെ. ഈ ഡിസ്കഷൻ ഈ 69 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുകളിലേക്കൊന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സോ ഇഫ് യു ആർ ലേണിംഗ് ഈ 69 ക്വസ്റ്റ്യൻസ് ഈ യൂണിറ്റിൽ നിന്ന് വായിച്ച് നോക്കാനും പഠിക്കാനും നിങ്ങൾ മറക്കരുത്. സോ വിൽ ജസ്റ്റ് ഗോ ടു ദാറ്റ് ക്വസ്റ്റ്യൻ റൗണ്ട് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് ടൈം. റൈറ്റ്? സോ ബേസിക്കലി ഇവിടെ
ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രിഫിക്സ് ആണ്. സോ ലൈക്ക് ഇഫ് ദ എഫിക്സ് ഓർ അഡീഷൻ ടു ദ റൂട്ട് വേർഡ് കംസ് അറ്റ് ദ ബിഗിനിങ്, അല്ലെങ്കിൽ നമുക്കൊരു വേർഡിനെ നമ്മൾ ആഡ് ചെയ്യാണ് അറ്റ് ദ ബിഗിനിങ്, റൈറ്റ്? ഈ ബിഗിനിങ്ങിൽ ആഡ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിഫിക്സ് എന്ന് പറയാം. സോ ബേസിക്കലി ഒരു ജോയിൻ ചെയ്യാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്. ബേസിക്കലി അതിന്റെ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ബേസിക്കലി പ്രിഫിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് പ്രീപോൺ അല്ലെ, അല്ലെങ്കിൽ വാട്ട് യു സേ പ്രീ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ PRE എന്ന് പറഞ്ഞിരിക്കുന്ന പ്രീ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. അവിടെ പ്രീ എന്നുള്ളതാണ് അവിടുത്തെ പ്രിഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് മുൻകൂട്ടി അല്ലെങ്കിൽ മുന്നേ എന്നുള്ള രീതിയിലാണ് ആ പ്രീ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെയുള്ള വാക്കുകൾ, പിന്നെ അതുപോലെ പല വാക്കുകളിൽ ഇൻകൺസിഡറേറ്റ് എന്നുള്ള രീതിയിലേക്ക് പറയാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതൊക്കെ ബേസിക്കലി എന്താണ്? ഇൻകൺസിഡറേറ്റ് എന്ന് പറയുമ്പോൾ നേരെ വേർഡിന്റെ ഓപ്പോസിറ്റ് ആയി മാറുകയാണ്. സോ അങ്ങനെ ഓപ്പോസിറ്റ് ആക്കാനും അതുപോലെ ഒരു വേർഡിന് കൃത്യമായ അർത്ഥം കൊണ്ടുവരാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സോ പ്രിഫിക്സ് എന്നുള്ളത് പല ടൈപ്പ് ആയിട്ട്, ലൈക്ക് പല ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ് ഓഫ് പ്രിഫിക്സസ് ഉണ്ട്. അതിലൊന്നാണ് സപ്പോർട്ടീവ് പ്രിഫിക്സസ്, ഓപ്പോസിംഗ് പ്രിഫിക്സസ് അല്ലെ. സപ്പോർട്ട് ചെയ്യുന്ന, ഒപ്പോസ് ചെയ്യുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പ്രിഫിക്സുകൾ, റിവേഴ്സേറ്റീവ്, അതിനെ ഒരു സാധനത്തിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യുന്ന, ഡിറൈവ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ പ്ലേസിന്റെ പ്രിഫിക്സ്, അതുപോലെ സൈസിന്റെ പ്രിഫിക്സ്, മാക്രോ മൈക്രോ എന്നൊക്കെ ഉള്ള രീതിയിലേക്കൊക്കെ പറയാം. ടൈം പ്രിഫിക്സസ്, അതുപോലെ നമ്പർ പ്രിഫിക്സസ്, ക്ലാസ് ചേഞ്ചിങ് പ്രിഫിക്സസ്, മിസ്സെലീനിയസ് ആയിട്ടുള്ള വേറെയും കുറെ പ്രിഫിക്സസ് ഉണ്ട്. സോ പ്രിഫിക്സസ് എന്താണ്? പ്രിഫിക്സസ് ആർ ദോസ് വേർഡ്സ് ഇൻ അഡീഷൻ ടു ദ റൂട്ട് വേർഡ് വിച്ച് കംസ് അറ്റ് ദ ബിഗിനിങ്ങിൽ വരുന്ന റൂട്ട് വേർഡ്സിനെയാണ് നമ്മൾ പ്രിഫിക്സസ് എന്ന് പറയാം. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ബേസിക്കലി നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്, സോ ഇതിൽ കുറെ പ്രിഫിക്സസിനെ കുറിച്ച് പറഞ്ഞു, സപ്പോർട്ടീവ് പ്രിഫിക്സസ്. സോ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സപ്പോർട്ടീവ് പ്രിഫിക്സസിനെ കുറിച്ചാണ്. വാട്ട് ഡു യു മീൻ ബൈ സപ്പോർട്ടീവ് പ്രിഫിക്സസ്? സോ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ റൂട്ട് വേർഡിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള പ്രിഫിക്സസിനെയാണ് നമ്മൾ സപ്പോർട്ടിംഗ് പ്രിഫിക്സസ് എന്ന് വിളിക്കുക. സോ ആക്ച്വലി പ്രോ ഇസ് യൂസ്ഡ് വിത്ത് എന്താ ബേസിക്കലി എന്താണ് പ്രോ? ദാറ്റ് ഈസ് പ്രോ ലൈഫ് എന്നുള്ളതാ. ഇതിൽ തന്നെ പ്രോ ചോയ്സ്, പ്രോ മാർക്കറ്റ്, പ്രോ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പ്രൊഫഷണൽ. ദാറ്റ് ഈസ് അതൊരു ബേസിക്കലി, അതായത് എന്താ പറയാ, നമുക്ക് എന്താ ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് വേണ്ടി ബിഫോർ ഇൻ ടൈം, പേസ് ഓർ ഓർഡർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? പ്രൊഫഷണൽ. ഇതൊക്കെ വേർഡിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രിഫിക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. സോ സപ്പോർട്ട് ചെയ്യാണ് ഈ ഒരു വേർഡ് അവിടെ ചെയ്യുന്നത്. സോ പ്രോ എന്താണ്? ഹാസ് അതർ മീനിങ്സ് ടു. സോ ബേസിക്കലി പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പലതരത്തിലുള്ള മീനിങ്സും നമുക്ക് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി വി ഹാവ് ഒപ്പോസിംഗ് പ്രിഫിക്സസ്. നമുക്ക് ഓപ്പോസിറ്റ് നെയിംസ് തരുന്നത്, ഓപ്പോസിറ്റ് ടു ദ ആക്ഷൻ ഡിനോട്ടഡ് ബൈ ദ റൂട്ട് വേർഡ്. എന്താണ് ആ വേർഡ് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. സോ ആന്റിബോഡി, ആന്റി ബാക്ടീരിയൽ, സോ ബാക്ടീരിയാസിന് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ബാക്ടീരിയാസ്, ബയോട്ടിക്സിന് എതിരെ നിൽക്കുക, ആന്റി ക്ലോക്ക് വൈസിന് എതിരെ പോകുന്ന, ലൈക്ക് ആന്റിഡോട്ട്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ്. ഇതൊക്കെ ഇവിടെ ആന്റി എന്ന് പറഞ്ഞൊരു വേർഡ്, ANTI അല്ല, ANTY എന്നുള്ള വേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആസ് എ പ്രിഫിക്സ്. ഇനി ദെൻ വി ഹാവ് ആന്റി ഹീറോ. ഇതിനൊരു നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ, ആന്റി സെൽഫ്, എഫക്റ്റഡ് പേഴ്സൺ എന്നുള്ള, ആന്റി ക്രൈസ്റ്റിനെതിരെ എന്നുള്ള രീതിയിലൊക്കെ ഇതിനൊക്കെ ഒരു ഹിഡിയസ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ആന്റി. ദെൻ കോൺട്രസെപ്ഷൻ, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് അതായത് സെപ്ഷന് അഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്നത്. കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നത്? കോൺട്രവേഴ്സ് ആയിട്ട് വരുന്നത്, റൈറ്റ്? വാട്ട് കോൺട്രവീൻ, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഇനി അതുപോലെ ഫ്ലോനെ ഒന്നുകൂടി കോൺട്രാസ്റ്റ് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്, ലൈക്ക് കോൺട്രഡിക്ട് ചെയ്യുന്നത്, അഡിക്റ്റ് ചെയ്യുന്നതിൽ ദാറ്റ് ഈസ് ഒന്നുകൂടി കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള വേർഡ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി കൗണ്ടർ റിയാക്ട്, കൗണ്ടർ എക്സാമ്പിൾ, കൗണ്ടർ അറ്റാക്ക്, കൗണ്ടർ ബ്ലാസ്റ്റ് എന്നുള്ള വേർഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൗണ്ടർ എന്നുള്ള വേർഡും തന്നിട്ടുണ്ട്. സോ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് ഫോർ ഒപ്പോസിംഗ് പ്രിഫിക്സസ്, റൈറ്റ്? ഒപ്പോസിംഗ് ആയിട്ടുള്ള പ്രിഫിക്സസിനുള്ള എക്സാമ്പിൾ ആണ് വരുന്നത്. ദെൻ വി ഹാവ് നെഗറ്റീവ് പ്രിഫിക്സസ്. സോ നെഗറ്റീവ് പ്രിഫിക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇസ് ദ ആബ്സെൻസ് ഓഫ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദ റൂട്ട് വേർഡ്. സോ ബേസിക്കലി എന്താണ്? സോ നോക്ക്, ലൈക്ക് നോട്ട്, അല്ലെങ്കിൽ ഇപ്പം നോട്ട് വിത്തൗട്ട്, മൊറാലിറ്റി ഇല്ലാതെ, ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് യാതൊരു ഇതില്ല, തീസ്റ്റിന്റെ ഓപ്പോസിറ്റ് എത്തീസ്റ്റ്, അതുപോലെ സിമെട്രിക്, ആഡ് ചെയ്യുന്നത് നോട്ട് അല്ലെങ്കിൽ വിത്തൗട്ട് എന്നുള്ള അർത്ഥത്തിൽ പല സമയത്തും ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൻ യൂസ് ചെയ്യാറുണ്ട്. അനസ്തെറ്റിക്, എനൈമിക്,
അനറോബിക് എന്നുള്ള രീതിയിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നോട്ട് എന്നുള്ളതിന് ഡിസ് എന്നുള്ള ഡിസ്ലോയൽ, ഡിസേബിൾ, ഡിസാം, ഡിസോണസ്റ്റ്, ഡിസ്ട്രസ്റ്റ്, ഡിസ്അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നെഗറ്റീവ് മീനിങ്സ് വരുത്താൻ വേണ്ടിയിട്ട് ഈ പ്രിഫിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇൻജസ്റ്റിസ്, അതും നോട്ട് എന്നുള്ള ഇനാക്റ്റീവ്, ഇൻകൺസിഡറേറ്റ്, ഇൻകംപീറ്റന്റ്, ഇൻകൺസിക്യൂട്ടീവ്, ഇൻകംപ്രിഹെൻസിബിൾ, ഇൻകംപ്ലീറ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡുകളായിരിക്കും. സോ ബേസിക്കലി ഇൻ എന്നുള്ളൊരു വേർഡും നെഗറ്റീവ് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ ഒട്ടേറെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇൽ. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ബുക്കിൽ തന്നെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ റീഡ് ഇറ്റ്. ഇല്ലീഗൽ, സോ ഇമ്മെറ്റീരിയൽ, നോൺ, നോട്ട്, നോൺ അഗ്രസീവ്, നോൺ ഇന്റർഫിയർ, സോ ഇർറിപ്ലേസിബിൾ. സോ യു ഹാവ് എ ബെറ്റർ റീഡ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ബേസിക്കലി നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെച്ചാൽ മതി, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഒരു പ്രിഫിക്സ്, എന്താണ് ഒരു സഫിക്സ്. എന്നാൽ ഇൻ, നോൺ, ഐ എം, ഇമ്മെറ്റീരിയൽ, ഇൽ, ഇല്ലീഗൽ, ഇല്ലിറ്ററേറ്റ്, ഇതിനൊക്കെ വരുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്രിഫിക്സ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെഗറ്റീവ് പ്രിഫിക്സസ് എന്താണ്, അതുപോലെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രിഫിക്സസ് ഉണ്ട്, ഒപ്പോസിംഗ് പ്രിഫിക്സസ്, സപ്പോർട്ടിംഗ് പ്രിഫിക്സസ്. സോ ഇതൊക്കെ എന്താണോ, ഇതൊക്കെ എന്തിനെയാണോ ലൈക്ക് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് നിർബന്ധമാണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി. ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ റിവേഴ്സേറ്റീവ് പ്രിഫിക്സസ് ആണ്. പ്രിഫിക്സസ് ദാറ്റ് ഡിനോട്ട് ദ ആക്ട് ഓഫ് അൺഡൂയിങ് ദ പ്രീവിയസ് ആക്ട് ദാറ്റ് ദ റൂട്ട് വെർബ് ഡിനോട്ട്സ്, റൈറ്റ്? ദാറ്റ് ഈസ് ഡീക്രിമിനലൈസ്. ക്രിമിനലൈസ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, റൈറ്റ്? റിവേഴ്സസ് ദ മീനിങ്. ഡീഹ്യൂമിഡിഫൈ, ഹ്യൂമിഡിഫൈ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ഡിസെലക്ട്, സെലക്ട് ചെയ്യാതിരിക്കുക, റൈറ്റ്? ഡിസ്, അതുപോലെ ഡി പറയുന്ന പോലെ തന്നെ ഡിസ്ക്വാളിഫൈ, ഡിസ്ഓണസ്റ്റ്, ഡിസ്ഇൻവൈറ്റ്. ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അൺടൈ, അൺസ്ക്രാമ്പിൾ, അൺലോക്ക് എന്നുള്ള എക്സാമ്പിൾസ് ആയിട്ടും അങ്ങനെയും റിവേഴ്സ് ഇട്ട്. സോ ഒരു ബേസിക്കലി ആ വേർഡിന്റെ മീനിങ് നേരെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്ന പ്രിഫിക്സസിനെയാണ് നമ്മൾ റിവേഴ്സേറ്റീവ് പ്രിഫിക്സസ് എന്ന് വിളിക്കുക. ഇനി ഡെറിവേറ്റീവ് പ്രിഫിക്സസ് എന്താന്ന് നോക്കാം, റൈറ്റ്? ഇനി ഡീബഗ്, ഡീഫ്രോസ്റ്റ് അഥവാ റിമൂവ് ചെയ്യാണ്. ലൈക്ക് എന്താ പറയാ, ഡീവെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വെയിൻ എടുത്ത് കളയാ. ഡീവെയിൻ, ദാറ്റ് ഈസ് ഡീഫ്രോസ്റ്റ്, ഡീബഗ്. ഇനി ഡിപ്ലെയിൻ, ഡീട്രെയിൻ, ഡീക്യാം, ദാറ്റ് ഈസ് ഡിപ്പാർട്ടിംഗ് ഫ്രം, റൈറ്റ്? ഡിസ്ആം, ഡിസ്ഇല്യൂഷൻ, ഡിസാംബിഗ്വേറ്റ് അഥവാ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യുക. അൺലീഡ്, അൺക്യാപ്പ്, അൺകവർ, അൺലോക്ക്, ഇതൊക്കെ പറയുന്നത് എന്താണ്? റിമൂവ് സംതിങ്. സോ ദാറ്റ് ഈസ് നമ്മൾ എന്താണ് ലൈക്ക് റിമൂവിങ് സംതിങ്, അല്ലെങ്കിൽ ഡിപ്രൈവ് ചെയ്യാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിപ്രൈവ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ ഒഴിവാക്കുകയാണ്, കോണ്ടന്റ്സ് നമ്മൾ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ ഡെറിവേറ്റീവ് പ്രിഫിക്സസ് എന്ന് വിളിക്കുന്നത്. നൗ വി ഹാവ് പെജറേറ്റീവ് പ്രിഫിക്സസ്. പെജറേറ്റീവ് പ്രിഫിക്സസ് ആർ ദോസ് എക്സ്പ്രസ് കണ്ടംപ്റ്റ്, ഡിസപ്രൂവൽ, ബാഡ് ഓർ റോങ് അഥവാ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മിസ്ബിഹേവ്, മിസ്കാൽക്കുലേറ്റ്, മിസ്ഗവേൺ, മിസ്പെൽ, മിസ്മാനേജ്, മിസ്അപ്ലൈ, മിസ്ബിലീഫ്, ഇതെല്ലാം മിസ് എന്നുള്ള ഒരു പ്രിഫിക്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ബാഡ്ലി അല്ലെങ്കിൽ റോങ്ലി എഫക്ട് ചെയ്യുന്നു. Then we have place prefixes. Place prefixes are prefixes that indicate a place or placing of things, situation, etc. So antecedent, before. Antecedent എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മുന്നേ, അതിന് മുന്നോടിയായിട്ട്. ആന്റി ചേംബർ, ആ ചേംബറിന് മുന്നോടിയായിട്ട്, അല്ലെ? ആന്റി റൂം, ആ റൂമിനോട് ലൈക് റൂമിന്റെ തൊട്ട് മുന്നേ ആയിട്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ബിഫോർ എന്നുള്ളതിൽ യൂസ് ചെയ്യുന്നതാണ് ആന്റി. Then we have circumvent, circumambulate, circumlunar. So basically എന്താ? Around the thing, right? ഇങ്ങനെയുള്ള ബേസിക്കലി അങ്ങനെയും കുറെ ലൈക് പ്രിഫിക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. Then we have ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഇവിടെ ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ യു ഹാവ് എ റീഡ് ഓഫ് ഓൾ ദീസ് തിങ്സ്. എക്സാമ്പിൾസ്: സിസപ്ലിൻ, സിസ്ലൂണാർ, എക്സ്ട്രാ കരിക്കുലർ, ഫോർ ഫിംഗർ, ഫോർ ബിയർ, ഫോർ ബ്രെയിൻ, ഇൻ എൽ, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള എക്സാമ്പിൾസ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. Then we have size prefixes. മെഗാ, ഗിഗ എന്നൊക്കെ വിളിക്കുന്ന ടൈപ്പ് ഓഫ് പ്രിഫിക്സസ് നമുക്ക് തന്നെ അറിയാം. ദേ ആർ ഡിനോട്ടിംഗ് സൈസ്, ദേ ആർ മെഗാ. പിന്നെ അതുപോലെ മിഡി, മിനി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് നമ്മളെ സൈസിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പ്രിഫിക്സസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സൈസ് പ്രിഫിക്സസ് എന്ന് വിളിക്കുക. Then we have time prefixes. Time prefixes denote time, that is anti. നേരത്തെ പറഞ്ഞ പോലെ ANTE, ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈറ്റ്? ആന്റിമിനൽ, ആന്റിഡേറ്റ്, എക്സ് ഫോമർ. എക്സ് എന്നുള്ളത് ഫോർ, നിയോ, പോസ്റ്റ്, പ്രീ, റീപ്രിന്റ്, റീഅപ്ലൈ, റീപ്ലേ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ നമ്പർ പ്രിഫിക്സസും ഉണ്ട്. ടൈം പ്രിഫിക്സസ് കൂടാതെ നമുക്ക് നമ്പർ പ്രിഫിക്സസും ഉണ്ട്. ഡിനോട്ടിങ് എ നമ്പർ: മോണോ, യുനി, ബൈ, ഡൈ, അല്ലെ? ഡുവോ, ട്രൈ, ക്വാഡ്രി, ടെട്ര, പെൻറ്റ, ഹെക്സ, ഹെപ്റ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. മാത്സിലും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഹെമി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, സെമി എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, റൈറ്റ്? കിലോ, മില്ലി, മെഗാ, പോളി, ഇതെല്ലാം എന്താ? എക്സാമ്പിൾസ് ഓഫ്
number prefixes ആണ്. And also we have status prefixes on the line. Status prefixes എന്ന് പറഞ്ഞാൽ denoting a status. Co-partner, co-author, co-founder, pro vice chancellor, right? ഡെപ്യൂട്ടി വൈസ് ചാൻസലർ, വൈസ് പ്രസിഡന്റ് എന്നൊക്കെയുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാറ്റസ് പ്രൊഫിക്സസ് ആണ്. ഇനി അതുപോലെ ഒരു ടൈപ്പ് ഓഫ് പ്രൊഫിക്സസും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് ക്ലാസ് ചേഞ്ചിങ് പ്രൊഫിക്സസ്. സോ എഫക്ട് ഓഫ് ചേഞ്ചിങ് ദ വേർഡ് ക്ലാസ്, ലൈക്ക് മേക്കിംഗ് ട്രാൻസിറ്റീവ് വെർബ്സ് ഫ്രം നൗൺസ്, ദാറ്റ് ഈസ് ബിസീജ്, ബീവിച്ച്, ബിസ്മേർ. സോ ബേസിക്കലി എന്താണ് ഇത്, നൗണിനെ വേർബ് ആക്കാണ്. ബിവിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിച്ച് ആവുക, ബേസിക്കലി ഒരു ബിച്ച് അല്ല വിച്ച് ആവുക, സോറി ബിവെയിൽ, ബിലിറ്റിൽ, അതായത് ഒരു കാര്യത്തിനെ ലിറ്റിലൈസ്, ലൈക്ക് ലിറ്റിൽ ആക്കുക എന്നുള്ള ആ ഒരു വേർബ് മീനിങ് ആണ് ബിലിറ്റിൽ, ബിഫൗൾ, റിബോണ്ട് എന്നുള്ള മീനിങ്സിലൊക്കെ വരുന്നത്. ദെൻ വി ഹാവ് എൻകോഡ്, എൻഡേഞ്ചർ, എൻസ്യൂർ. ഷുവർ എന്നുള്ളതൊരു നൗൺ ആണെങ്കിൽ എൻഷുർ ചെയ്യുക എന്നുള്ളത് വരുമ്പം അതൊരു വേർബ് മീനിങ് ആയി. റോൾ എന്നുള്ളത് ഒരു നൗൺ ആണെങ്കിൽ ലൈക്ക് എൻറോൾ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിറ്റീവ് വേർബ്സിന് നമ്മൾ നൗൺസിൽ നിന്ന് ട്രാൻസിറ്റീവ് വേർബ്സിന് ഉണ്ടാക്കുക, എംബാർക്ക് ചെയ്യുക. സോ ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് ഹാപ്പൻ, റൈറ്റ്? Then we have miscellaneous prefixes that do not fall into the above categories. Eco, euro, para, quasi, self എന്നുള്ള രീതിയിലൊക്കെയുള്ള prefixesനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, മിസ്സെല്ലേനിയസ്. ഇതിലൊന്നും പെടാതെ വന്നിരിക്കുന്ന പ്രിഫിക്സസ് ഉണ്ട്, അതിനെ നമ്മൾ മിസ്സെല്ലേനിയസ് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്? സോ നൗ വി ഹാവ് സംതിങ് ദാറ്റ് വി ലേൺ. ഇതിപ്പോൾ പ്രിഫിക്സ് ആണ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഫിക്സ് അഥവാ ലാസ്റ്റിൽ